ദക്ഷിണേന്ത്യയിൽ പെട്രോൾ ഡീസൽ വില ഏറ്റവും കൂടുതൽ കേരളത്തിൽ. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 108 രൂപയാണെങ്കിൽ ചെന്നൈയിൽ ഇത് 102.63 മാത്രമാണ്. കർണാടകയിൽ കേരളത്തിലെ വിലയേക്കാൾ ശരാശരി 7 രൂപയുടെ കുറവാണുള്ളത്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. യൂണിറ്റിന് ശരാശരി 25 പൈസ വർദ്ധിക്കുമ്പോൾ 6.6% നിരക്ക് കൂടുന്നത്. പാൽവിലയിൽ ഇരട്ടടിയുമായി മിൽമ. അറിയിപ്പില്ലാതെ പാൽവില കൂട്ടി മിൽമ. ലിറ്ററിന് 2 രൂപ വീതം കൂട്ടി. പാൽവില 5 രൂപയിലധികം കൂട്ടേണ്ടി വരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പൊതുവിപണിയിൽ വിലക്കയറ്റം കുതിച്ചുയരവെ അരി ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട്ടി സപ്ലൈകോ. ഈ മാസം 1-ന് പുതുക്കി വില നിശ്ചയിച്ച അരിക്ക് ഉൾപ്പെടെയാണ് 11 ദിവസത്തിനിടെ വീണ്ടും വില വർദ്ധിപ്പിച്ചത്. പുതുതായി വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപനം. പുതുതായി വാങ്ങുന്ന എല്ലാ മോട്ടോർ വാഹനങ്ങളുടെയും നികുതി കൂട്ടി. കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ ഉയർത്തിയതോടെ വെട്ടിലായത് വീടെന്ന സ്വപ്നവുമായി നടക്കുന്ന സാധാരണക്കാരാണ്. ഈ മാസം 10 മുതൽ ഫീസ് ഇനത്തിൽ 10 ഇരട്ടിയിലേറെ വർധനയാണ് നിലവിൽ വരിക. കോർപ്പറേഷൻ സംസ്ഥാനത്ത് ഭൂമിയുടെ ന്യായവില 10% വർദ്ധിപ്പിച്ചു. ന്യായവില വർധനയിലൂടെ സർക്കാരിന് 200 കോടി രൂപ അധിക വരുമാനമാണ് ലക്ഷ്യമിടുന്നത്. ജീവിതഭാരം കൂട്ടിക്കൊണ്ട് വെള്ളക്കരം കൂട്ടാനുള്ള തീരുമാനമെത്തി. ലിറ്ററിന് 4 രൂപ 40 പൈസ എന്നുള്ളത് 14 രൂപ 40 പൈസയായി മാറും. നാട് വളരേണ്ടതും ജീവിതം മെച്ചപ്പെടേണ്ടതും വികസനത്തിലൂടെയാണ്. ഉറപ്പാണ് വികസനം, ഉറപ്പാണ് LDF.